ഇതെന്റെ കണ്ടന്റ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പോയി റിയ ജോഡി വ്ളോഗിൽ ഞങ്ങളെ രണ്ടും പങ്കെടുത്തിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാൻ തീരുമാനിച്ച്. നമ്മളിങ്ങനെ മിക്ക ദിവസവും ജോലി കഴിഞ്ഞിട്ട് ഫ്രണ്ട്സായിട്ട് ജസ്റ്റ് നമ്മുടെ ഇവിടെ അടുത്ത് ചാലെന്നും പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നൈസ് വൈബാണ് അവിടെ. അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാറൊക്കെ ഉണ്ട്. ഒരു 7:30 പോയി ഇരുന്നാൽ ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിൽ കയറണേ. അത് നമ്മൾ മിക്കപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷേ ഫ്രണ്ട്സായിട്ടൊന്ന് പുറത്തു പോയിട്ട് കുറേ നാളായി ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സൺഡേ ആയത് കാരണം ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോകാൻ തീരുമാനിച്ച്. പക്ഷെ ഇത് പെട്ടെന്നാണ് പറയണേ. എനിക്ക് നല്ല ടൈം വേണം ഗൈസ് ഒരുങ്ങാനും. എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കാൻ ഡ്രസ്സിങ്ങിനാണ്. ഏത് ഡ്രസ്സ് ഇടും ഡൗട്ടാണ്. എൻ്റെ ഇതാണിപ്പോൾ ലാസ്റ്റ് ഒരു ജീൻസും ഈ ഒരു ടീയും. ഇതിപ്പോൾ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ മാറുന്ന 4ാമത്തെ ഡ്രസ്സാണ്. ലാസ്റ്റിൻ്റെ സമയമില്ല ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് വിളിച്ചു കാരണം ഇത് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ആ ചെക്കനെ കെട്ടണം. ഞാൻ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും, അവർ വണ്ടിയും കൊണ്ട് വരും. അങ്ങനെ നമ്മളിപ്പോൾ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ചെല്ലാനത്താണ്. ചെല്ലാനം ബീച്ച്. ഞാനങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന്മാരും എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ 4 പേര് കയറും, ബാക്കി 2 പേര് അടുത്ത സ്റ്റോപ്പിൽ നിന്നാണ് കയറണേ. അങ്ങനെ ഞങ്ങൾ 6 പേരും കൂടിയാണ് ഇന്ന് പോകാൻ പ്ലാൻ ചെയ്തേക്കണത്. ഇതെൻ്റെ കണ്ടന്റ് ആണ് കേട്ടോ ഇന്നത്തെ. പക്ഷെ നിങ്ങൾ ആരും വരാതെ ഞാൻ നോക്കും. അവിടെ തുറക്കണ ഇപ്പുറത്ത് ഇല്ലടാ. നിലവിൽ എനിക്കിപ്പോൾ നാട്ടിലാകിക്കൂടിയുള്ള കമ്പനി ഇവർ കുറച്ച് പേര് മാത്രമാണ് ഗൈസ്. എനിക്ക് വേറെ ആരുമില്ല. പള്ളി ചെന്നാലൊക്കെ ഇപ്പോൾ ശോകമാണ്. നേരത്തെയൊക്കെ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാൻ കുറേ പേരുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ആരുമില്ല. എല്ലാവരും കല്യാണം കഴിച്ച് പോയി പഠിക്കാനൊക്കെ പുറത്തു പോയി ആരുമില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പുറത്തു പോകാൻ വിളിക്കണമെങ്കിൽ എനിക്ക് ഇവന്മാരെ ഉള്ളൂ. ഇവർ കുറച്ച് പേര് എൻ്റെ അടുത്തുള്ളൂ. നമ്മളിപ്പോൾ ചെല്ലാനം പോകുവാണ്. ചെല്ലാനത്തേക്ക് പോകുന്ന വഴിയൊക്കെ നൈസാണ് ഗൈസ്. 2 സൈഡും പാടം അതിൻ്റെ നടുക്കൂടിയാണ് റോഡ്. അങ്ങനെ നമ്മൾ ചെല്ലാനത്തെത്തി. നമ്മളവിടെ നിന്ന് കുറച്ച് നേരത്തെ ഡ്രൈവേ ഉള്ളൂ. സ്റ്റെയറുണ്ട് ഞാനിട്ട് കയറാനായിട്ട്. നമ്മൾ ചെല്ലാനത്തെത്തി നൈസാട്ടോ. ഇന്നത്തേത് എൻ്റെ ഒരു വ്ളോഗാണെന്ന് ഓൾറെഡി ഞാൻ അവന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന്മാർ ഒരൊറ്റ കണ്ടീഷൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അവന്മാരുടെ ആരുടെയും ഫേസ് വീഡിയോയിൽ കൊണ്ടുവരരുത് ഗൈസ്. അവർക്ക് ആർക്കും വൈറലാകാൻ ഇഷ്ടമല്ല. അവർക്ക് എല്ലാവരും ഒരേ മൈൻഡ്. എന്താ പറയുക, ആർക്കും ക്യാമറ ഒന്നും ഇഷ്ടമല്ലാത്ത ടീംസാണ്. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് സമ്മതിച്ച് അങ്ങനെയാണ് എന്നെ കൊണ്ടുപോയത്. എൻ്റെ വ്ളോഗിൽ അവരെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ. കുറേ നാളായിട്ട് വിചാരിക്കണതാണ് ഇവിടെ വന്നോന്നുള്ളത്. ഫൈനലി വി ആർ ഹിയർ. നമ്മളൊരു 4:30 ആയപ്പോഴേക്കും ചെല്ലാനെത്തി. പിന്നെ കുറേ നേരം അവിടെ നിന്ന് നടന്ന് കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്ത്
പിന്നെ കുറച്ച് നേരം കപ്പലണ്ടിയും മേടിച്ച് അതും കുറച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. കുറേ വിശേഷങ്ങൾ സംസാരിച്ച്. നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഇത്രയും പേര് ഒരുമിച്ചൊന്ന് പുറത്തു പോകണത്. കുറേ നാളായി പോയിട്ട്. ഗൈസ് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്ക് ഈവനിങ് ഒക്കെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണിത്. ചുമ്മാ ഒരു കപ്പലണ്ടിയും മേടിച്ചിട്ട് അതും കുറച്ചുകൊണ്ട് ഇങ്ങനെ നടന്നാൽ മതി. നൈസാണ് കേട്ടോ. മഴ പെയ്ത് നമ്മൾ പെടും. നമ്മൾ ഒരു കുട പോലും എടുത്തിട്ടില്ല. പക്ഷേ നല്ല മഴക്കാറുണ്ട്, സൂര്യനില്ല, അതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റില്ല. പക്ഷേ ഈ മഴക്കാറുള്ളതാണ് ഈ സ്പോട്ടിൻ്റെ ഒരു ഭംഗിയെന്ന് എനിക്ക് തോന്നണേ. നൈസല്ലേ? ചുമ്മാ ഇങ്ങനെ നടന്നാൽ മതി. ഇവിടെ കൂടി നല്ല കടലിൻ്റെ കാഴ്ചയൊക്കെ ഉണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയതായിരിക്കും തിര വന്ന് അടിക്കുമ്പോൾ വെള്ളം കംപ്ലീറ്റ് തെറിക്കും. അയ്യോ നൈസാട്ടാ. നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരിക. അടിപൊളി സ്ഥലം, പീസ് ആൻഡ് കാം ആയിട്ടുള്ളൊരു സ്ഥലം. നമുക്ക് നല്ല മഴക്കാറുണ്ട്. തക്കിട പരികിട പരിപാടിയൊക്കെ കയ്യിരിക്കട്ട. അടി മേടിക്കാത്ത പരിപാടി എന്തെങ്കിലും നോക്കാം. കപ്പലണ്ടിക്ക് എത്ര രൂപ മേടിക്കാൻ പറയാം? ഒരെണ്ണത്തിന് അവന്മാരുടെ ഫേസ് എൻ്റെ വീഡിയോക്കകത്ത് കൊണ്ടുവരരുതെന്ന് എന്നോട് പറഞ്ഞിട്ട് അവർ തന്നെ എൻ്റെ ഫോൺ എടുത്തിട്ട് വ്ളോഗ് ചെയ്യണ ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഇതിനകത്ത് കൊണ്ടുവരാതിരിക്കും? ഗൈസ് അങ്ങ് ദൂരെ ഒരു ലൈറ്റ് കാണാനല്ലേ? നമുക്ക് കുറേ ലൈറ്റ്സ്. അത് സത്യത്തിൽ ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നോക്കിയാൽ ഫോർട്ട് കൊച്ചി കാണാൻ പറ്റും. നമ്മുടെ ഈ സ്ഥലം വന്നത് ചെല്ലാനമാണ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. ഈവനിങ് ഒക്കെ നമുക്ക് പൊളിയാണ് ഗൈസ്. നൈസാണ് ഇവിടുത്തെ ഈ ബീച്ച്. നമ്മൾ എത്ര നേരം വേണാലും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. നൈസാണ് കേട്ടോ. നമ്മളൊരു 7 മണിയായപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ചാലിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറയുന്നുണ്ട് ചാല്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ചാലിൽ വന്നിരുന്നു. അപ്പം നമ്മുടെ 2 ഫ്രണ്ട്സിനെ കൂടി വിളിച്ചു. അവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ചാലിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തത് പുട്ട് ബിരിയാണിയാണ്. ഞാൻ ഇവരുടെ പുട്ട് ബിരിയാണി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ബാക്കി അവന്മാർ ഫ്രൈഡ് റൈസാണ്, കൂടുതലും പേര് ഫ്രൈഡ് റൈസും. ഞങ്ങൾ 4 പേര് പുട്ട് ബിരിയാണി ഓർഡർ ചെയ്ത് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തി. ആൻഡ് പുട്ട് ബിരിയാണി വാസ് സോ അടിപൊളി ഫുഡ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. ഒരു മുട്ട ഓംലേറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി. പക്ഷേ ആ ഒരു ഫുൾ ക്വാണ്ടിറ്റി എനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് ഞാൻ രാത്രിയിൽ ഒരുപാട് ഫുഡ് കഴിക്കത്തില്ല, വളരെ മിനിമലായിട്ട് രാത്രി കഴിക്കണേ. അപ്പോൾ ഇതെന്നെ സംബന്ധിച്ച് ഹെവി ആയിരുന്നു ഭയങ്കര. പകുതി ഞാൻ അവർക്ക് കൊടുത്തിട്ട് പകുതി ഞാനിരുന്ന് കഴിക്കും. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്ത് ഫുഡ് കഴിച്ചു. ഹാപ്പി ആയി ഞാൻ. ഇത് കണ്ടില്ലേ ഗൈസ്, ഒരു യുദ്ധം നടന്ന ഒരു യുദ്ധക്കളം പോലെ ഇല്ലേ ഇത്? എന്താണ് ഈ ഒരു 8 പേര് ഫുഡ് കഴിച്ച് എഴുന്നേറ്റ് പരുവാണ് കാണുന്നത്.
ഇത് വീഡിയോ പോയി. റിയ ജോഡി വ്ളോഗിൽ ഞങ്ങൾ രണ്ടും പങ്കെടുത്തിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം നല്ല ക്വാളിറ്റി ടൈംസ് നമ്മൾ പുറത്ത് ഫ്രണ്ട്സിനോട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു 10 മണിയായപ്പോഴേക്കും വീടെത്തി. സോ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.